ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അവസാനത്തെ സെഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഓൾറെഡി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ആക്ടിനൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിനം മുതൽ ലൊറൻഷ്യം വരെയുള്ള 14 എലമെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുക. ആൻഡ് ആക്ടിനൈറ്റ്സിന്റെ കേസിൽ നമ്മൾ പറയും ഇവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആക്ടിനൈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കതും തന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റുകളാണ്. ഇപ്പൊ യുറേനിയം കഴിഞ്ഞു വരുന്ന ട്രാൻസ് യുറാനിക് എലമെന്റ്സ് എല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റുകളാണ്. അപ്പോ അവിടെ ഈ പറഞ്ഞതുപോലെ എനർജി ഗ്യാപ്പ്, അതായത് ഈ പറയുന്ന ഇലക്ട്രോൺസിന്റെ വാലൻസ് ആൻഡ് പെനൾട്ടിമേറ്റ് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഇപ്പോ 5f 6d ആൻഡ് 7s ഓർബിറ്റൽസ് തമ്മിലുള്ള അതാണ് ഈ പറഞ്ഞതുപോലെ ആക്ടിനൈറ്റ്സിന്റെ കേസിൽ വരുന്ന വാലൻസ് ഓർബിറ്റൽസ്. സോ ഈ ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് സാധാരണ കാണിക്കാറുണ്ട്. നമ്മൾ ആക്ടിനൈറ്റ്സിന്റെ കേസിൽ, ലാൻഥനൈറ്റ്സിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ +3 അല്ലെങ്കിൽ +4 അല്ലെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പോസിബിൾ എന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ്, എനർജി ഗ്യാപ്പ് ഡിഫറന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ എന്താണ്, ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാറുണ്ട്. കോമൺലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൂടാതെ ഇവ എന്ത് കാണിക്കാം, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഒരു ഓർഡർ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഇവയ്ക്കുണ്ട്. ആൻഡ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസസ് അപ് ടു ദ മിഡിൽ ഓഫ് ദ സീരീസ് ആണ് ആൻഡ് ദെൻ ഡിക്രീസസ്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ കാണിക്കാനുള്ള പോസിബിലിറ്റി ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു മിഡിൽ ഓഫ് ദ സീരീസ് വരെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ +4 എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ പറഞ്ഞതുപോലെ എലമെന്റുകൾക്കുണ്ട്. കൂടാതെ ഇപ്പൊ നമ്മൾ തോറിയം കാണിക്കുകയാണെങ്കിൽ +5 +6 ആൻഡ് +7 കാണിക്കാം. ഇനി പ്ലൂട്ടോണിയം, യുറേനിയം അതുപോലെയുള്ള എലമെന്റുകളൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ പറഞ്ഞതുപോലെ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയാനുള്ള പോസിബിലിറ്റി ആണ്. പക്ഷേ യുറേനിയോ, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം പോലുള്ള എലമെന്റുകൾ സാധാരണ എന്താണ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇത്രയുമാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെന്റ്സ് എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇവയ്ക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. +4 അതുപോലെ തന്നെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈവൻ +7 കാണിക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ എലമെന്റുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആക്ടിനൈറ്റ്സ് എന്നുള്ളത്. ഇനി ആക്ടിനൈറ്റ്സിന്റെ കേസിൽ ഇവയുടെ മാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ടു ദാറ്റ് ഓഫ് ദ ലാൻഥനൈറ്റ്സ് ആൻഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ് പോലെ തന്നെ ഇവയും എന്ത് കാണിക്കാം, സ്ട്രോങ് ആയിട്ടുള്ള പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ പറയുന്ന എലമെന്റുകൾക്കുണ്ട്. ആൻഡ് ഇവയുടെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇൻക്രീസിംഗ് ആയിരിക്കും. ആൻഡ് വിച്ച് ഇൻക്രീസസ് വിത്ത് ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഇനി ലാൻഥനൈറ്റ്സിനെ പോലെ തന്നെ സിമിലർ ടു ദാറ്റ് ഓഫ് ലാൻഥനൈറ്റ്സ് ഈ പറഞ്ഞതുപോലെ ഇവയ്ക്കും എന്തുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ മാഗ്നറ്റിക് ബിഹേവിയർ നമ്മൾ പറഞ്ഞു വെക്കുക √(n)(n+2) വെച്ചിട്ടാണ്. പക്ഷെ ലാൻഥനൈറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മാഗ്നറ്റിക് ബിഹേവിയർ കൂടുതൽ കാണിക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ പറയുന്ന ആക്ടിനൈറ്റ്സിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ? സോ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ പറയുന്ന കോമ്പൗണ്ടുകളുടെ കളർ ആണ്. അതായത് നമ്മുടെ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ലാൻഥനൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ആക്ടിനൈറ്റ്സിനും എന്തുണ്ട്, കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദ കളർ ഈസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു FF ട്രാൻസിഷൻ തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ലാൻഥനൈറ്റ്സ് പോലെ തന്നെ FF ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവ എന്ത് ചെയ്യുക, കളർ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇവയുടെ കാറ്റയോൺസ് നമ്മൾ പറയുന്നതാണ് ജനറലി കളേർഡ് ആണ് എന്ന് പറഞ്ഞു വെക്കും. ആൻഡ് ദ കളർ ഓഫ് cations depends upon the number of f orbitals electrons ആണ്. ഇനി f orbital electrons 5f electrons ഇല്ലാത്ത cations എന്തായിരിക്കും, they are colorless ആയിരിക്കും. അതുപോലെ തന്നെ 7 5f ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ടുകളും എന്താണ്, കളർലെസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 7f ഇലക്ട്രോൺസ് ഉള്ള കേസിൽ ബിക്കോസ് ദേ ആർ അൺസ്റ്റേബിൾ ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഇലക്ട്രോണിക്സ് ട്രാൻസിഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് അവ എന്ത് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കളർലെസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്ടിനം 3+ എടുത്താൽ അത് 5f0 ആണ്. സോ അത് കളർലെസ് ആണ്. അതുപോലെ നമ്മൾ ക്യുമേരിയം എടുത്തു കഴിഞ്ഞാൽ 3+ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5f7 ആണ്, കളർലെസ് ആണ്.
പക്ഷെ ഇപ്പൊ പ്ലൂട്ടോണിയം 5f5 കോൺഫിഗറേഷൻ ആണ്, അത് വയലറ്റ് കളറേഷൻ കാണിക്കും. അല്ലെങ്കിൽ നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് 5f4 ആണ്, അത് ബ്ലൂ കളറേഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ തോറിയം 3+ എന്ന് പറയുന്നത് 5f0 ആണ്, അതും എന്താണ് കളർലെസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ കളർ ചോദിക്കുമ്പോൾ നോക്കേണ്ട കാര്യം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. 5f0 എന്ന് കോൺഫിഗറേഷൻ ആണെങ്കിൽ 5f7 കോൺഫിഗറേഷൻ ആണെങ്കിൽ കളർലെസ് ആയിരിക്കും. അതല്ലാത്ത പക്ഷം അവയ്ക്ക് FF ട്രാൻസിഷൻ നടന്നിട്ട് എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്, കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, ആക്ടിനൈറ്റ്സ് എന്നുള്ളതിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു വെക്കുക. അപ്പൊ നമ്മൾ ആക്ടിനൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ലാൻഥനൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി ആക്ടിനൈറ്റ്സ് പലപ്പോഴും റിയാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നൈട്രജനുമായിട്ട് എയറുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്, നൈട്രൈറ്റ്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രൈറ്റ്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് എലമെന്റുകളുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കുണ്ട് നമ്മുടെ ആക്ടിനൈറ്റ്സിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ജസ്റ്റ് ലൈക്ക് ലാൻഥനൈറ്റ്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ? സോ ദിസ് ഓൾ അബൌട്ട് ദ തിയറി പോർഷൻസ്. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിന്റെ കേസിലെ പ്രത്യേകത ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യം ഇവിടെയില്ല. എങ്കിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, that is the observed magnetic moment of scandium 3+ was found to be 0. Calculate the magnetic moment of scandium 3+ using the spin only magnetic moment and compare the result of observed and calculated magnetic moment എന്നാണ് ചോദിച്ചിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് സ്കാൻഡിയം 3+ എന്ന് പറയുന്നതിന് മാഗ്നറ്റിക് മൊമെന്റ് 0 എന്നാണ് പറഞ്ഞിരിക്കുക. നമുക്കറിയാം സ്കാൻഡിയം എന്ന് പറയുന്ന എലമെന്റ്, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3d1,4s2 എന്നുള്ളതാണ് സ്കാൻഡിയം വരിക, അല്ലെ? അപ്പോ സ്കാൻഡിയം 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺസ് എക്സ്പെൽ ചെയ്യപ്പെടും. സോ അപ്പൊ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും, 3d1 ആയിട്ട്. അപ്പോ സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു 3d0 കോൺഫിഗറേഷൻ ആണ്. നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ നമ്മൾ മ്യൂ ഇസ് ഈക്വൽ ടു √n ഇൻറ്റു n+2, ഇത്രയും ബോർ മാഗ്നറ്റോൺ എന്നാണ് നമ്മൾ വാല്യൂ പറയുക. ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ് എന്നുള്ളത് കൊണ്ട്, അതായത് എന്നിന്റെ വാല്യൂ 0 ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ മ്യൂ വാല്യൂ എത്രയാണ് വരിക, 0 എന്നാണ് വരിക, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് ഇത് തന്നെയാണ്, 0 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ കൊളാബറേറ്റ് വിത്ത് ദ ഗിവൺ ഡേറ്റ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക. ദാറ്റ്സ് ഓൾ. ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അതായത് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂവും അതുപോലെ സ്പിൻ ഓൺലി വാല്യൂവും ഒബ്സർവ്ഡ് വാല്യൂവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ബോത്ത് ആർ സെയിം. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ഇത് വരുന്നത് എന്താണ്, മാഗ്നറ്റിക് വാല്യൂ 0 എന്നുള്ളതാണ് വരിക. അതുകൊണ്ടാണ് ആ കോംപ്ലക്സ് എന്ത് കാണിക്കാത്തത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാത്തത്. ക്ലിയർ? ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിരിക്കുക. ഫൈൻ, യാ. ദെൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്. നോക്കിയും, അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, എ ലിസ്റ്റ് ഓഫ് ലാൻഥനൈറ്റ് അയോൺസ് ആർ ഗിവൺ. ലാൻഥനം 3+, സീറിയം 4+, then ytterbium 2+, lutetium 3+. Atomic number of lanthanum, cerium, ytterbium and lutetium are 57, 58, 70 and 71 respectively. Then given the number of unpaired electrons in each ion. Okay. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ എലമെന്റുകളുടെ എല്ലാത്തിന്റെയും അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം ലാൻഥനം എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക, നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ആണ്, അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ 3d1,4s2 എന്നുള്ളതാണ്. സോറി, 3d1 അല്ല, ലാൻഥനം വരുമ്പോൾ സ്കാൻഡിയം, ഇട്രിയം, ലാൻഥനം, അല്ലെ? 3, 4, 5. 5d1,6s2 എന്നുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ ലാൻഥനം 3+ എന്ന് വന്നു കഴിഞ്ഞാൽ അത് 3 ഇലക്ട്രോൺസ് പോകുന്നു, അല്ലെ? അപ്പോ ലാൻഥനം 3+ എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും d0 സിസ്റ്റം അല്ലേ വരിക, അല്ലെ? അപ്പോ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് d0 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ് വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. ഓക്കെ, ദെൻ
നെക്സ്റ്റ് സീറിയം 4+. ലാംഥരം കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെന്റ് ആണെന്ത്? ദാറ്റ് ഈസ് വാട്ട് യു കോൾ സീറിയം എന്നുള്ളത്. ഫൈൻ. അപ്പൊ നെക്സ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് വാട്ട് യു കോൾ എന്ത് വരും? 4f1 5d1 6s2. ഇതാണ് നമ്മൾ എന്ത് പറയുക? സീറിയത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പൊ സീറിയം 4+ എന്ന് വന്നു കഴിഞ്ഞാൽ 4+ മീൻസ് 2+ എന്ന് പറയുമ്പോൾ 6s ഇലക്ട്രോൺ പോകും, then 5d ഇലക്ട്രോൺ പോകുന്നു, 4f ഇലക്ട്രോൺ പോകുന്നു. അപ്പൊ മൊത്തം എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു d0 f0 കോൺഫിഗറേഷൻ അല്ലേ? അതായത് ഇവിടെയും എന്താണ്? ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. ഇനി ഇറ്റർബിയം ആൻഡ് ലുട്ടീഷ്യം. നമുക്കറിയാം ലുട്ടീഷ്യം എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 4f14 then എന്തായിരുന്നു? അതായത് 5d1 6s2 എന്നുള്ളതായിരുന്നു അല്ലെ? സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലുട്ടീഷ്യം എന്നുള്ളത്. അപ്പോ ലുട്ടീഷ്യം 3+ എന്ന് വന്നു കഴിഞ്ഞാൽ സെയിം തന്നെയാണ് അല്ലെ? ലുട്ടീഷ്യം 3+ എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇലക്ട്രോൺസ് രണ്ടെണ്ണം എന്ത് ചെയ്യുന്നു? എക്സ്പെൽ ചെയ്യപ്പെടുന്നു. അപ്പോ എന്ത് വരും? 4f14 എന്ന് വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒബ്വിയസ്ലി നമുക്കറിയാം 4f14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓർബിറ്റിൽ എത്രയാണ്? 1 2 3 4 5 6 and 7 ലോബുകളാണുള്ളത്. ആൻഡ് അവിടേക്ക് ഈ പറഞ്ഞ 14 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 എന്ന് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 0 എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത കോൺഫിഗറേഷൻ ചോദിച്ചിരിക്കുക ഇറ്റർബിയം 2+ എന്നുള്ളതാണ്. നമുക്കറിയാം ഇറ്റർബിയം എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലുട്ടീഷ്യം തൊട്ട് മുകളിലാണ് അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് വാട്ട് യു കോൾ 4f14 6s2 എന്നുള്ളതാണ് ഇറ്റർബിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പൊ 2+ എന്ന് വന്നു കഴിഞ്ഞാൽ ഇറ്റർബിയം 2+ എന്ന് വന്നു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസ് എവിടെ നിന്ന് പോകുന്നു? 6s നിന്ന്. സോ അപ്പൊ എന്ത് വരും? 4f14 എന്ന് വരും. സെയിം നമ്മൾ പറയും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 0 ആണ്. ഇതാണ് ചോദിച്ചിരിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ ദ അയോൺസ് വിച്ച് ഈസ് പാരാമാഗ്നറ്റിക്. നമുക്കറിയാം ഈ എല്ലാ അയോൺസിന്റെയും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആയതുകൊണ്ട് ബോത്ത് കേസസ് ഇൻ ഓൾ കേസസ് നമുക്ക് പറയാൻ പറ്റും mu is equal to എത്രയാണ് വരിക? 0 ആണ്. വിച്ച് മീൻസ് ദേ ആർ ഓൾ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ ദ അയോൺസ് വിച്ച് ആർ കളർലെസ്. നമ്മൾ പറയും എല്ലാ അയോൺസിനും എന്താണ്? DD ട്രാൻസിഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ FF ട്രാൻസിഷൻ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് ഇവയെല്ലാം എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പറയുന്ന കളർ ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ. ക്ലിയർ? യാ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതെല്ലാം വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. That is potassium permanganate and potassium dichromate are oxidizing agent. Name the ore of the above compound from which they are prepared എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ ഫെറേറ്റ് അയോൺ അല്ലെ? FeCr2O4 ആ ഫെറേറ്റ് ഓറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡൈക്രോമേറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. FeCrO4. ഓക്കെ. ഫെറേറ്റ് ഓർ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിൽ നിന്നാണ്? MnO2 നിന്നാണ്, മാംഗനീസ് ഡയോക്സൈഡിൽ നിന്നാണ്. ഓക്കെ. സോ ദീസ് ആർ ദ ഓർ ഫ്രം വിച്ച് ദിസ് കോമ്പൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഇനി ഗിവ് an example of each of the oxidizing property of them. Write down the balanced chemical equation എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞതുപോലെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നമുക്കറിയാം Cr2O7 എന്ന് പറയുന്നത് അസിഡിക് മീഡിയം ആണെങ്കിൽ Cr3+ ആയിട്ട് മാറും അല്ലെ? ഇനി അത് I- എന്താക്കി മാറ്റും? I2 ആക്കി മാറ്റും, അയോഡിൻ ആക്കി മാറ്റും. Then ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ബാലൻസ് ദിസ് വൺ അല്ലെ? അപ്പൊ ഇവിടെ 2 വരും. ഫൈൻ. ആൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് we have 7H2O വരും. നമ്മൾ ഒരുപാട് ബാലൻസ്ഡ് ഇക്വേഷൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഹിയർ we have 14H+ വരും.
ഓക്കെ, ഇവിടെ 14 മൈനസ് 2 12, ഇവിടെ 6, അപ്പൊ എത്രയാണ് 6 ഇലക്ട്രോൺ എന്ന് വരും. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ 2i മൈനസ് i2 ആയിട്ട് മാറും. ആൻഡ് ഹിയർ വി ഹാവ് 2 ഇലക്ട്രോൺ അല്ലെ. ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അപ്പോ ഇവിടെ 6 ഇലക്ട്രോൺസ് വരുന്നു, ഇവിടെയും 6 ഇലക്ട്രോൺസ് വരുന്നു, ദേ ഗെറ്റ് ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും? 6i മൈനസ് പ്ലസ് 14h പ്ലസ് Cr2O7 minus gives 3i2 plus 2Cr3 plus 7h2. This is what you call the balanced equation. നമ്മൾ I മൈനസ് ആയിട്ടുള്ള റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? നമ്മൾ KMnO4 ഏതൊക്കെ കമ്പോണന്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചിരുന്നു അല്ലെ. അതായത് ഒരു അസിഡിക് മീഡിയം ആണെങ്കിൽ MnO4 മൈനസ് എന്നുള്ളത് എന്തായിട്ട് മാറുക? Mn അസിഡിക് മീഡിയം ആണെങ്കിൽ ദാറ്റ് ഈസ് MnO4 മൈനസ് എന്നുള്ളത് Mn2+ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഏതൊക്കെ എലമെന്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ സാധാരണ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുക? ഒരുപാട് എലമെന്റുകൾക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സെയിം റിയാക്ഷൻ I മൈനസിനെ ഓക്സിഡൈസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഫൈൻ. ഇപ്പോ അസിഡിക് മീഡിയം ആണെങ്കിൽ I മൈനസ് എന്തായിട്ട് മാറുന്നു? അല്ലെങ്കിൽ Fe2+ എന്തായിട്ട് മാറുന്നു? ദാറ്റ് ഈസ് വാട്ട് യു കോൾ Fe3+ ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് വാട്ട് യു കോൾ 4H2O വരും. ക്ലിയർ? ഇവിടെ 8H+ വരും. അപ്പോൾ 8 മൈനസ് 1 7 ആണ്. ആൻഡ് ഹിയർ വി ഹാവ് 2+. എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ എത്രയാണ്? ഇവിടെ നമുക്ക് 1 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ രണ്ട് റിയാക്ഷൻസിനെ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 5 ആൻഡ് ആഡ് എന്നുള്ളതല്ലേ അല്ലെ. ഇപ്പൊ 5 വെച്ച് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 5 ഇലക്ട്രോൺ ഇവിടെയും ഇവിടെ 5 ഇലക്ട്രോൺ കട്ടായി പോകും. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എന്താ വരിക? 8H+ പ്ലസ് MnO4 മൈനസ് പ്ലസ് 5Fe2 പ്ലസ് gives 5Fe3 പ്ലസ് Mn2 പ്ലസ് 4H2. This is a balanced equation. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബാലൻസ്ഡ് ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക, അത് മനസ്സിലാക്കി വെക്കുക, അറിഞ്ഞു വെക്കുക. ദാറ്റ്സ് ഓൾ. നമുക്ക് ഡൈക്രോമേറ്റിന്റെയും പെർമാംഗനേറ്റിന്റെയും റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ആർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ് മച്ച്: transition metals are d block elements. Write any 4 characteristic properties of the transition metals. നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവ കറ്റാലിറ്റിക് ആക്ടിവിറ്റി കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അതായത് ഒരുപാട് റിയാക്ഷൻസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അയൺ ഹേബർ പ്രോസസ്സിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് ഈ പറഞ്ഞ പോലെ കാറ്റലിസ്റ്റ് ആയിട്ട് പല റിയാക്ഷൻസിലും ആക്ട് ചെയ്യാറുണ്ട്. സോ കറ്റാലിറ്റിക് ആക്ടിവിറ്റി കൊടുക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്? ഡി ബ്ലോക്ക് എലമെന്റ്സിനുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ദേ വിൽ ഫോം കോംപ്ലക്സസ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് കോർഡിനേഷൻ കോംപ്ലക്സുകൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും നമ്മളത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അയൺ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹീം എന്ന് പറയുന്ന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ B12 ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം പലപ്പോഴും കൊബാൾട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ മഗ്നീഷ്യം ഈ പറഞ്ഞതുപോലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കാറുണ്ട്. സോ കോംപ്ലക്സ് ഫോർമേഷൻ എന്നുള്ളത് രണ്ടാമതൊരു പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി, ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം തന്നെ കളേർഡ് കോംപ്ലക്സസ് ആണ്. പലപ്പോഴും നമ്മൾ പല റിയാക്ഷൻസിലും കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ KMnO4 ഒരു കളർഡ് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ജേം സ്റ്റോൺസിൽ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ കോമ്പൗണ്ടുകൾ കളേർഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു വെക്കാറുണ്ട്. ദെൻ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പൊസസ് മാഗ്നറ്റിക് ബിഹേവിയർ. നമുക്കറിയാം പാരാമാഗ്നറ്റിക്, അതായത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 അല്ല എന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും? പാരാമാഗ്നറ്റിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. സോ പല പ്രോപ്പർട്ടീസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ വാട്ട് യു കോൾ ദ 4 പാരാമീറ്റേഴ്സ് ഓർ പ്രാക്ടിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ലാന്തനോയിഡ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ F ബ്ലോക്ക് എലമെന്റ്സ്. വാട്ട് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്? നമുക്കറിയാം ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഫൈൻ. നെയിം ദ ലാന്തനോയിഡ്
വിത്ത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. നമ്മൾ പറഞ്ഞിരുന്നു ലാൻഥനോയിഡിൽ ഇപ്പൊ ഇറ്റർബിയം 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ F14 സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇറ്റർബിയം എന്ത് കാണിക്കാം? ഈ പറഞ്ഞതുപോലെ 4+ സ്റ്റേറ്റ് കാണിക്കാം, അല്ലെങ്കിൽ സീറിയം 4+ കാണിക്കാം. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ലാൻഥനോയിഡ്സ് ഇൻ പ്യുവർ സ്റ്റേറ്റ്. എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ലാൻഥനോയിഡ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇറ്റ് ഈസ് വൈ? ബിക്കോസ് ഓഫ് ദ ലാൻഥനോയിഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. അല്ലെ, എന്തായിരുന്നു ലാൻഥനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലാൻഥനൈഡ്സിന്റെ സൈസ് എന്ന് പറയുന്നത് ലാൻഥനം മുതൽ ലുട്ടീഷ്യം വരെ എന്ത് ചെയ്യുന്നു? സക്സസീവ് ആയിട്ട് കുറയുന്നു. ബട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു ഡിക്രീസിങ് സൈസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ്, ഓർ ദേ ഹാവ് സിമിലർ സൈസ് ആണ്. അപ്പോ സിമിലർ സൈസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവയെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് പറഞ്ഞു വെക്കുക? പ്യുവർ സ്റ്റേറ്റിൽ അവയുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയാനുള്ള റീസൺ. ക്ലിയർ? ഇതെല്ലാം സബ്ജക്റ്റീവ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ന്യൂമറിക്കൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഡേറ്റ ആയിട്ടോ ഒന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് ട്രെൻഡ്സ് ഇൻ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയോ ഓഫ് ട്രാൻസിഷൻ സീരീസ്. എന്തായിരുന്നു നമ്മൾ ആറ്റമിക് ആൻഡ് അയോണിക് റേഡിയോ പറഞ്ഞതാണ് അല്ലെ? അതായത് ടു ദ എൻഡ് എന്ത് ചെയ്യുന്നു? സൈസ് കുറയുന്നു. ദെൻ കുറച്ചു നേരം സൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ടുവേഴ്സ് ദ എൻഡ് സൈസ് എന്ത് ചെയ്യാണ് ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ്. അതായത് ആദ്യം സൈസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഡിക്രീസസ്. നമ്മൾ നോർമലി പറയുന്നത് പോലെ ടു ദ മിഡിൽ എന്ത് ചെയ്യുന്നു? സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം സൈസ് എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ കുറെ നേരത്തേക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അല്ലെ? ദെൻ അതിനുശേഷം സൈസ് എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റീസൺ നമുക്കറിയാം. ആദ്യം എന്തുകൊണ്ടാണ് സൈസ് ഡിക്രീസ് ചെയ്യാം? ബിക്കോസ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് ഇന്നർ ഓർബിറ്റൽസിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു അല്ലെ? അതുമൂലം സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇനി ഈ ഇന്നർ ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇന്നർ ഓർബിറ്റൽസ് ഡി ഓർബിറ്റൽസ് ആണ്. ഡി ഓർബിറ്റൽസിന് പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ്. അപ്പോ അത് ആ കൊടുക്കുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ ഡിക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും കൗണ്ടർ ബാലൻസ് ചെയ്യുന്നു. ആറ്റമിക് നമ്പറിന്റെ ഇൻക്രീസും അതുപോലെ ഷീൽഡിംഗ് ഇഫക്റ്റും കൗണ്ടർ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുക? പിന്നീട് കുറച്ച് നേരത്തേക്ക് സൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. പിന്നെ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ സീരീസ് എന്തുകൊണ്ട് സൈസ് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൈ? ബിക്കോസ് നമ്മൾ പറഞ്ഞു എന്താണ്? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയുന്നത് കൂടുന്നു അല്ലെ? അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഇലക്ട്രോൺസും വരുന്ന ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാം? സൈസ് കൂടാനുള്ള റീസൺ നമ്മൾ പറഞ്ഞു വെക്കുക. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സൈസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, അയോൺസ് ഓഫ് ദ സെയിം ചാർജസ് ഇൻ ദ ഗിവൻ സീരീസ് 3D, 4D and 5D ഷോ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ റേഡിയ വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റമിക് നമ്പർ. അത് പറഞ്ഞു വെച്ചത് അല്ലെ? ഇനി അടുത്തത്, ദ ആറ്റമിക് റേഡിയ ഓഫ് ദ എലമെന്റ്സ് ഇൻ 4D സീരീസ് ആർ മോർ ദാൻ ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇൻ 3D സീരീസ്. എന്തുകൊണ്ടാണ് 4D സീരീസിന് സൈസ് കൂടാനുള്ള കാര്യം? വൈ? ബിക്കോസ് ഈ പറഞ്ഞതുപോലെ എലമെന്റുകളുടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളത് കൂടാണ് സൈസ് എന്ത് ചെയ്യുക? കൂടുക. ഇനി അടുത്തൊരു കാര്യം, ആറ്റമിക് റേഡിയ ഓഫ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇൻ 4D and 5D സീരീസ് ഹാവ് സിമിലർ സൈസ് അല്ലെ? എന്തുകൊണ്ടാണ് സിമിലർ സൈസ് കാണിക്കാനുള്ള പോസിബിലിറ്റി? There is nothing but നമ്മൾ പറയും എന്തുകൊണ്ടാണ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം എടുത്തു കഴിഞ്ഞാൽ സിമിലർ സൈസ് ആണ് കാണിക്കുക. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് വൈ? ബിക്കോസ് ഓഫ് ദ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ. അതുപോലെ നിയോബിയം ടൻഡാലം എടുത്തു കഴിഞ്ഞാൽ സിമിലർ സൈസ് ആണ്. എന്തുകൊണ്ടാണ്? ലാൻഥനൈഡ് കോൺട്രാക്ഷൻ. ഈവൻ ദോ അവയ്ക്കിടയ്ക്ക് കുറെ എലമെന്റുകൾ ഉണ്ടെങ്കിൽ പോലും ജനറൽ ട്രെൻഡ് അനുസരിച്ച് താഴത്തേക്ക് വരുമ്പോൾ സൈസ് കൂടേണ്ടതാണ് എങ്കിൽ പോലും ഈ എലമെന്റുകൾ ലാൻഥനൈഡ്സ് ആണെന്നുള്ളത് കൊണ്ടും അവയുടെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണെന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന സിമിലർ ഗ്രൂപ്പിലുള്ള, അതായത് 4D and 5Dയിലുള്ള സിമിലർ ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ സൈസ് എന്ത് ചെയ്യും? ഏകദേശം സിമിലർ ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ വഴിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. Then go for the next question. So this is the next question. Potassium permanganate and potassium dichromate are two transition metal complexes. Write any 4 characteristics of transition metals. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? കളറ്, കോംപ്ലക്സ് ഫോർമേഷൻ, അല്ലെങ്കിൽ അവയുടെ മാഗ്നറ്റിക് ബിഹേവിയർ, അതുപോലെ തന്നെ ഈ എലമെന്റുകൾക്ക് കറ്റാലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ റൈറ്റ് എനി 2 യൂസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്? 2 യൂസസ്.
ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പല റിയാക്ഷൻസിനെയും റീഏജന്റ് ആയിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. പല സബ്സ്റ്റൻസുകളെയും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ അയണിനെ അല്ലെങ്കിൽ അയോഡിനെ അല്ലെങ്കിൽ SN2+ ഒക്കെ ഓക്സിഡൈസ് ചെയ്യാനുള്ള കമ്പോണന്റുകളായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പെർമാംഗനേറ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ യൂസസ് എന്നുള്ളത്. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ. നമ്മൾ ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ക്രോമിയം ആൻഡ് ഇറ്റ് ഹാസ് എ ബ്രിഡ്ജ് ബോണ്ട് ഉണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, 3 ഓക്സിജൻ ആറ്റങ്ങൾ. ഇവിടെയും എന്താണ് 3 ഓക്സിജൻ ആറ്റങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ. ആൻഡ് Cr2O7 2-, അതായത് ഈ പറഞ്ഞ 2 ഓക്സിജൻ എന്തായിരിക്കും, സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ടാവും. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ എന്നുള്ളത്. അതായത് ക്രോമേറ്റ് അയോണിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ CrO4- എന്നുള്ളതിനെ നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറഞ്ഞ പോലെ ഡൈക്രോമേറ്റ് അയോൺ കിട്ടുക. തിരിച്ച് അതിനെ ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട്, ക്രോമേറ്റ് അയോൺ. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദാറ്റ് ഈസ് 14 എലമെന്റ്സ് ഫോളോയിങ് ലാന്തനൈഡ്സ് ആർ കോൾഡ് ലാന്തനോയിഡ്. ശരിയാണ്. വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, ഗീവ് റീസൺസ് ഫോർ ദാറ്റ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെ സൈസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. ബട്ട് ഈവൻ ദ റെക്കറിംഗ് ഓഫ് ദ സൈസ് ഡിക്രീസ് ഈസ് നെഗ്ലിജിബിൾ എന്ന് പറയും. സോ ദേ ഹാവ് സിമിലർ സൈസ്. ഇനി റീസൺ എന്താണ്, ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ ആന്റി പെനൽറ്റിമേറ്റ് F ഓർബിറ്റൽ. ഈ F ഓർബിറ്റൽസിന്റെ ഷീൽഡിംഗ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ വളരെ റയർ അല്ലെങ്കിൽ വളരെ ലെസ് ആണ്. അപ്പൊ ലെസ് ഷീൽഡിംഗ് ഇഫക്ട് ആയതുകൊണ്ട് ആണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നതും അതുമൂലം അത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാണിക്കുന്നതും. ക്ലിയർ? ഇനി KMnO4 is purple in color crystals and it acts as an oxidant. How will you prepare KMnO4 from MnO2? നമ്മൾ പറഞ്ഞതാണ് MnO2-ൽ നിന്ന് KMnO4ന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. എന്തായിരുന്നു, അതായത് നമ്മൾ MnO2-വിനെ അസിഡിഫൈ ചെയ്യുകയാണ്, ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ അസിഡിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, ഈ പറഞ്ഞതുപോലെ KMnO4 ആയിട്ട് മാറും. അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ S2O3 2- റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും S2O3 2-O6 എന്തായിട്ട് മാറുന്നു, SO4 ആയിട്ട് മാറും. ആൻഡ് ഈ പറഞ്ഞ MnO2 എന്തായിട്ട് മാറും, ഇറ്റ് ഈസ് ജസ്റ്റ് കൺവേർട്ടഡ് ടു KMnO4 or MnO4- ആയിട്ട് മാറും. നമ്മൾ രണ്ട് റിയാക്ഷൻസും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ റിയാക്ഷൻ ആണ്. സോ ക്രോസ് ചെക്ക് ചെയ്യാം. ക്ലിയർ? So this is all about these questions. Clear? Yeah. Then go for the next question. Say this is our last question. Noka, that is zirconium and hafnium having similar chemical properties. This is Q2. എന്താണ് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവാൻ കാര്യം, ബിക്കോസ് അവയുടെ സൈസ് സിമിലർ ആണ്. ആൻഡ് അതിന്റെ റീസൺ എന്താണ് നമ്മൾ പറഞ്ഞു വെക്കുക, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോ ഡ്യൂ ടു എന്തായിരിക്കും, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ, magnetic moments arise due to the presence of unpaired electrons. Calculate the magnetic moments of 2 transition metal ions given below. സ്കാൻഡിയം, ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെയും സ്കാൻഡിയത്തിന്റെയും കേസ് ആണ് നോക്കുക. അറിയാം സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരിക, സ്കാൻഡിയം ഈസ് D1s2 ആണ്. അപ്പോ സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു D0 ആണ്. നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് μ ഈസ് ഈക്വൽ ടു √n × n+2 എന്നുള്ളതാണ്. അതായത് √0 × 0+2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബോർ മാഗ്നറ്റോൺ എന്ന് വരും. അപ്പോ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എത്രയാണ് വരിക, 0 ആണ് വരിക. ഇനി ടൈറ്റാനിയം 3+ എന്ന് പറയുന്നത്, ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ സ്കാൻഡിയം ടൈറ്റാനിയം എന്നുള്ളതാണ്. സോ ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, അതായത് സ്കാൻഡിയം D1s2 ആണ്. ടൈറ്റാനിയം വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു D2s2 എന്നൊരു കോൺഫിഗറേഷൻ വരും. അപ്പൊ 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1s0 സിസ്റ്റം ആണ്. ഇപ്പൊ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്ര വരും, ദാറ്റ് ഈസ് 1 × 1 + 2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, ദാറ്റ് ഈസ് √3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.73. അത്രയും ബോർ മാഗ്നറ്റോൺ ആണ്. അതാണ് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ. സോ അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കളേർഡ്. വൈ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കളർ കാണിക്കുക? ദാറ്റ് ഈസ് വൈ ബിക്കോസ് DD ട്രാൻസിഷൻ എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു d ഓർബിറ്റല് മറ്റൊരു d ഓർബിറ്റല് ഇവിടെ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. സോ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ഒരു എനർജി ലെവലിൽ നിന്ന് വേറൊരു എനർജി ലെവലിലേക്ക് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാം.
by the absorption of energy from the electromagnetic spectrum. ആൻഡ് ആ എനർജി അബ്സോർബ് ചെയ്യുന്നത് എന്തിനോട് കറസ്പോണ്ടിങ് ആയിരിക്കും? ഇവിടെ വിസിബിൾ റീജിയനിലുള്ള എനർജിയുമായിട്ട് കറസ്പോണ്ടിങ് ആയിരിക്കും. സോ ഈ ഇലക്ട്രോൺ വീണ്ടും എക്സൈറ്റ് ചെയ്യുമ്പോൾ അതൊരു റേഡിയേഷനെ പുറത്തേക്ക് വിടും. ആ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷനുമായിട്ട് സിമിലർ ഫ്രീക്വൻസി ആണ് എന്നുള്ളത് കൊണ്ട് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ കളർ. സോ ഈ ഡി ട്രാൻസിഷൻ ആണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? കോമ്പൗണ്ടുകളുടെ കേസിൽ കളറിന്റെ റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ? അപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം നമ്മൾ പറഞ്ഞ തിയറിയുമായിട്ട് കോറിലേറ്റ് ചെയ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക വരിക. സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഫുൾ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു, മേജർ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് വൺ. താങ്ക് യു.